ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 3rd സ്റ്റാൻഡേർഡിലെ മാത്സ്. അതിലെ 3rd ചാപ്റ്റർ, പുതിയ ബുക്കാണ് 2024 കേട്ടോ. അപ്പോൾ അതിലെ മാത്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്. എന്താണ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ? അറിയാലേ, 1000 അല്ലേ. 1000 എങ്ങനെ എഴുതുക മക്കളെ? ഒരു 1 ഇടുക, പിന്നെ 3 പൂജ്യം ഇടുക അല്ലേ. ഇപ്പം അത് 1 ഇട്ട ഒരു പൂജ്യം ഇട്ടാൽ 10 അല്ലേ. അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടി ഇട്ട് എത്രയായി? 100 അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൂജ്യം കൂടി ഇട്ട് എത്രയാണ്? 1000. ഓക്കെ, അപ്പം 1000 ആണ് അല്ലേ. 1000 ആണ് അല്ലേ. 1 ഇട്ടിട്ട് 3 zeros ഇട്ടാൽ എത്രയാണ്? തൗസൻഡ്സ്. ഓക്കെ, അപ്പോൾ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്റർ കേട്ടോ. അപ്പം നോക്കുക, എന്താണ് ഇവിടെ നോക്കുക. അവിടെ എന്താ, ഫോറസ്റ്റിൽ എന്താ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ? സ്പോർട്സ് ഫെസ്റ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഫോറസ്റ്റിലെ സ്പോർട്സ് ഫെസ്റ്റിൽ അവിടെ ആരൊക്കെയുണ്ട്? എലിഫൻ്റ് ഉണ്ട്, മങ്കീസ് ഉണ്ട്, മങ്കി ഉണ്ട്, പിന്നെ എന്താണ് ഡോങ്കി ഉണ്ട്, ജിറാഫ് ഉണ്ട്, അങ്ങനെ ഒരുപാട് എന്താണ് ആനിമൽസ് ഉണ്ട് അല്ലേ. ഇനി അവിടെ അനൗൺസ്മെന്റ് എന്താണ്? സ്പോർട്സ് ഫെസ്റ്റ്, വെൽക്കം ടു ദ സ്പോർട്സ് ഫെസ്റ്റ് അറ്റ് പൂമല ഫോറസ്റ്റ്. എന്താണ് പൂമല ഫോറസ്റ്റിലെ സ്പോർട്സ് ഫെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞു അല്ലേ. ഓൾ കോൺസ്റ്റൻസ് പ്ലീസ് കളക്ട് യുവർ ചെസ് നമ്പർ. എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവരും എന്താണ് നിങ്ങളുടെ ചെസ് നമ്പർ കളക്ട് ചെയ്യാൻ പറഞ്ഞു അല്ലേ. ദ 15 athletes സ്റ്റാർട്ടിങ് വിത്ത് നമ്പർ 986 പ്ലീസ് ഗെറ്റ് റെഡി ഫോർ ദ ലോങ് ജംപ് ഇവന്റ്. എന്താണ് 15 അത്ലറ്റ്സിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഒരു നമ്പർ എത്രയാണ്? 986 ആണ് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനുള്ള 15 അത്ലറ്റ്സും എന്താണ് ഈ ലോങ് ജമ്പിൽ വന്നിട്ട് ലോങ് ജമ്പിലുള്ള ആൾക്കാർ എന്താണ് കളക്ട് ചെയ്യാൻ പറഞ്ഞില്ലേ. എന്ത്? അവരുടെ ചെസ് നമ്പർ അല്ലേ. അപ്പം അതിൽ പങ്കെടുക്കുന്നവരൊക്കെ എന്താണ് കളക്ട് ചെയ്യാൻ പറഞ്ഞില്ല അല്ലേ. കളക്ട് ചെയ്തതാണ് ഓൾറെഡി അല്ലേ. അതിനുള്ള ആൾക്കാരെന്താണ് തയ്യാറാവാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഗെറ്റ് റെഡി ഫോർ ദ ലോങ് ജമ്പ് ഇവന്റ് അല്ലേ. ആ ലോങ് ജമ്പ് ഇവന്റിൽ എന്താണ് റെഡി ആവാനാണ് പറഞ്ഞിരിക്കുന്നത്. 15 അത്ലറ്റ്സ് അല്ലേ. റൈറ്റ് ദ ചെസ് നമ്പർ ഓഫ് ദ കോണ്ടിസ്റ്റൻസ് ഫോർ ദ ലോങ് ജമ്പ് ഇവന്റ്. അപ്പോൾ എന്താണ് അവരുടെ എന്താ ചെസ് നമ്പർ എഴുതാനാണ് പറഞ്ഞില്ലേ. കോണ്ടിസ്റ്റൻസിൻ്റെ ഈ ലോങ് ജമ്പിന് പങ്കെടുക്കുന്നവരെ അത്ലറ്റ്സിൻ്റെ എന്താ ചെസ് നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 986 തന്നിട്ടുണ്ട് അല്ലേ. അപ്പം അടുത്ത് എന്തായിരിക്കും? 987, 988, 989, 990 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ 991, 992, 93 അങ്ങനെ എഴുതുക കേട്ടോ. 986 കഴിഞ്ഞിട്ട് 987, 988, 989, 990, 991, 992, 993, 994, 995, 996, 997, 998, 999, 1000 അല്ലേ. കണ്ടോ 1000 അല്ലേ. അപ്പം അത്രയും ആണ് അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്പർ എഴുതേണ്ടത് കേട്ടോ. അപ്പം റാബിറ്റ് ഓടി വരുന്നത് അല്ലേ. മീ ടു, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം അതാരാണ് നമ്പർ? യുവർ നമ്പർ ഈസ് 1001. 1000 കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം 1001 എങ്ങനെ എഴുതുന്നു നോക്കിയാൽ 1001 അല്ലേ. യുവർ നെയിം ഈസ് നോട്ട് ഇൻ ദ ലോങ് ജമ്പ് ലിസ്റ്റ്. നിന്റെ പേരെന്താണ് ലോങ് ജമ്പ് ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞില്ലേ. 1001 ടുഗദർ മേക്ക് 1001 അല്ലേ. അപ്പോൾ എന്താണ് 1000ഉം 1ഉം കൂടി കൂട്ടിയാൽ എന്താണ് 1001 അല്ലേ. ഹൂപ്സ് നൗ ദ നമ്പർ ആർ ജംബിൾഡ്, ക്യാൻ യു ഹെൽപ്പ് മീ ടു പുട്ട് ദം ഇൻ ഓർഡർ. എന്താണ് ഈ എന്താണ് ചെസ് നമ്പറൊക്കെ താഴെ വീണു പോയില്ലേ. അതൊക്കെ എന്താ ജംബിൾഡ് ഓർഡർ ആയിപ്പോയി. അതെന്താക്കുക? അതിനെ ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1002 അല്ലേ. 1002 ആണ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. പിന്നെ 1003, 1004, അടുത്തെന്തായിരിക്കും 1005, 1006 കണ്ടോ 1002, 1003, 1004, 1005, 1006, 1007, 1008, 1009, 1010, 1010 കഴിഞ്ഞിട്ട് എന്താ 1011 എഴുതുന്നത് കണ്ടില്ലേ അല്ലേ. ഇവിടെ 10 അല്ലേ. 1009 കഴിയുമ്പോൾ 1009 ആണ്. 10 പറയുമ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഈ 0ന്റെ സ്ഥാനത്ത് 1 കൊടുത്തിട്ട് 010 അല്ലേ. അപ്പോൾ 1010 കേട്ടോ. ഈ 11 കൊടുക്കുമ്പോൾ 1011, 1012. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ അനൗൺസ്മെന്റ് ആണ് നെക്സ്റ്റ് കേട്ടോ. അപ്പോൾ അനൗൺസ്മെന്റ് എന്താണ്? ദ ടേബിൾ ഷോസ് ദ നമ്പേഴ്സ് ഓഫ് ദ കോണ്ടിസ്റ്റൻസ് ഓഫ് എ മഞ്ചാടി കളക്ഷൻ. ഇറ്റ് മസ്റ്റ് ബി ഫിൽഡ് ഫോർ ദ അനൗൺസ്മെന്റ്. ക്യാൻ യു ഹെൽപ്പ് കുട്ടൻ എലിഫന്റ്. എന്താണ് ഈ ടേബിളിൽ എന്താ കാണിക്കുന്നത്? എന്താണ് ഈ മഞ്ചാടി കളക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ നമ്പേഴ്സാണ് കാണിക്കുന്നത് അല്ലേ. ഇറ്റ് മസ്റ്റ് ബി ഫിൽഡ് ഫോർ ദ അനൗൺസ്മെന്റ്. അപ്പോൾ അതെന്താണ് ഈ അനൗൺസ്മെന്റിന് എന്താണ് ഇത് ഫില്ല് ചെയ്തിരിക്കണം അല്ലേ. അവരെ ഹെൽപ്പ് ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ് 879 ആണ് അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും 904 അല്ലേ. ഓക്കെ, അപ്പോൾ 904
918, 906, 809, 749. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ 100ന്റെ സ്പെല്ലിങ് നമുക്കറിയാം അല്ലേ, HUNDRED അല്ലേ 100. അപ്പോൾ 900 എന്ന് പറയുമ്പോൾ NINE 904 അല്ലേ. അപ്പം ഓരോന്നിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ എല്ലാവരും. 1 to 10 വരെ 1 to 20 വരെ എല്ലാ സ്പെല്ലിങ്ങും പഠിച്ചു വെക്കുക. പിന്നെ 20 മുതൽ എന്താണ് 20, 21, 22 അങ്ങനെ വെച്ചിട്ട് പഠിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എന്താണ്, ATM. Tittu Parrot has sponsored some prizes. She needs 760 rupees for it. The ATM in the forest has only 100 rupee notes, 10 rupee notes and 1 rupee coin. What all notes and coins would she have got? How many of each? അപ്പോൾ എന്താണ് നമ്മൾ കാൽക്കുലേഷൻ എന്താണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടിറ്റു പാരറ്റിന് എന്താണ് കുറച്ച് സ്പോൺസർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവൾക്ക് എന്താണ് 760 റുപ്പീസ് എന്താണ് ആവശ്യമാണ്, എന്താണ് പ്രൈസസിന് വേണ്ടിയിട്ട്. ATM ഫോറസ്റ്റിലുള്ള ATM എന്താണ് അതിൽ ഓൺലി 100 റുപ്പി നോട്ടും 10 റുപ്പി നോട്ടും 1 റുപ്പി കോയിനും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നോട്ടും കോയിനും എടുത്താലാണ് ഈ 760 റുപ്പീസ് ആവുക? നമുക്കിങ്ങനെ എഴുതാം അല്ലേ, 700 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 700 അല്ലേ, 760 ആണല്ലേ. അപ്പോൾ 700 എന്ന് എഴുതാം നമുക്ക് ആദ്യം അല്ലേ. അപ്പോൾ 700 പിന്നെ 610 അല്ലേ. 700 100 റുപ്പി അല്ലേ. അപ്പോൾ നമുക്ക് ഈ 100 ഇങ്ങനെ എഴുതണമെന്നില്ല. എങ്ങനെ എഴുതാം നമുക്ക്, 700 റുപ്പി അല്ലേ. 700 റുപ്പി പിന്നെ 610 റുപ്പി അല്ലേ. 610 റുപ്പി. ഓക്കെ, 610 റുപ്പി. ഓക്കെ, നോട്ട്സ് അല്ലേ. അപ്പോൾ എന്തായി 700 റുപ്പി പറഞ്ഞാൽ 700 അല്ലേ. 610 റുപ്പി പറഞ്ഞാൽ 60 അല്ലേ. 760 എന്തായി 760 റുപ്പീസ് ആയി അല്ലേ. ഇനി നമുക്ക് വേറെ മെത്തേഡിൽ ആലോചിക്കുക. വേറെ മെത്തേഡിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക. എങ്ങനെയാ, 700 റുപ്പി 700 റുപ്പി പിന്നെ 510 റുപ്പി എഴുതാം. 510 റുപ്പി. ഇപ്പം എത്രയായി, ഇപ്പം എത്രയായി 750 ആയത് അല്ലേ. ഇനി 1 കോയിൻ്റെ ഇല്ലേ, അപ്പോൾ നമുക്ക് എന്താക്കാം, 10 1 റുപ്പി കോയിൻ ചെയ്താൽ അല്ലേ. അപ്പം 10 1 റുപ്പി. ഓക്കെ, അപ്പോൾ എത്രയായി 700 എന്ന് പറയുമ്പോൾ 700 അല്ലേ. 510 എന്ന് പറയുമ്പോൾ എത്രയായി 50 അല്ലേ. അപ്പോൾ 750 ആയി. ഇനി എന്താണ് 10 1 റുപ്പി പറയുമ്പോൾ 10 അല്ലേ. ഇപ്പോൾ എത്രയായി 715 പ്ലസ് 10 എത്രയാണ് 760. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നോക്കിയേ, ഫണ്ട് റേസിംഗ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് 4 were asked to collect money for food. എന്താണ് ഈ ഫുഡിന് വേണ്ടി എന്താക്കി 4 ആൾക്കാർ അല്ലേ, 4 ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്താക്കി ഫുഡിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യാണ് അല്ലേ, ചോദിക്കുകയാണ്. അപ്പോൾ സി ഹൗ മച്ച് ഈച്ച് ഗോട്ട്. അപ്പോൾ ഈ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന എത്രയാണെന്ന് നോക്കിയേ. മെമ്പർ ഈ ക്രൊക്കോഡൈലിന് 10 റുപ്പി നോട്ട് 9 എണ്ണവും 10 റുപ്പി നോട്ട് 8 എണ്ണവും 1 റുപ്പി കോയിൻ 3 എണ്ണം അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയായി 983 അല്ലേ. ഇനി അടുത്തത് എന്താണ് ജാക്കലിന് അല്ലേ. അപ്പോൾ എത്രയാണ്, എത്ര 100 റുപ്പി നോട്ട് കിട്ടി 7 അല്ലേ. അപ്പോൾ 700 അല്ലേ. ഇനി 10 റുപ്പി നോട്ട് എത്ര കിട്ടിയിരിക്കുന്നത് 14 ആണ് അല്ലേ. ഇനി 1 റുപ്പി കോയിൻ തന്നിട്ടില്ല ടോട്ടൽ നിന്ന്. അപ്പോൾ 1 റുപ്പി കോയിൻ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം അല്ലേ. ഏതെങ്കിലും ഒരു നമ്പർ അങ്ങോട്ട് എഴുതാം. ഏതാ നമുക്ക് എഴുതാം നമ്പർ. അപ്പോൾ ഇവിടെ തന്നെ 4 1 റുപ്പി കോയിൻ എഴുതിയ. അപ്പോൾ ഇവിടെ നമുക്ക് 700 എന്ന് പറയുമ്പോൾ എത്രയായി 700 അല്ലേ. 14 10 എന്ന് പറയുമ്പോൾ 140. അപ്പോൾ 700 140 എത്രയായി 840 അല്ലേ. 840 ആയി അല്ലേ. ഇനി എന്താണ് ഒരു 4 കൂടി ആഡ് ചെയ്ത് അല്ലേ. അപ്പോൾ എന്തായി 844 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കാം 844 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ നോക്കൂ 785 ആണ് കേട്ടോ ടോട്ടൽ തന്നിരിക്കുന്നത്. അപ്പോൾ എത്ര 100 ഉണ്ട് ഇതിൽ, 700 ആണ് ഇതിലുള്ളത് അല്ലേ. ഫസ്റ്റത് 3 ഡിജിറ്റ് ആകുമ്പോൾ എന്താണ് ഫസ്റ്റത് എന്തെന്നായിരുന്നായിരിക്കും 100ൻ്റെ പാർട്ടിലായിരിക്കും അല്ലേ. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ് 10ൻ്റെ പാർട്ടിലാണ് അല്ലേ. അത് നമുക്ക് ഇവിടെ 8 അല്ലേ. അപ്പോൾ 10ൻ്റെ പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്താൽ 8.
ഓക്കെ. ഇനി 1ന്റെ പാർട്ടിൽ എന്ത് ചെയ്താൽ നമുക്ക് 1 കോയിൻ എത്രയാണ് 5 ലാസ്റ്റ് അല്ലേ. അപ്പോൾ അവിടെ 5 ഇവിടെ എഴുതുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് എത്ര തന്നിരിക്കുന്നത് നോക്കിയാൽ 909 ആണ് ടോട്ടൽ തന്നിരിക്കുന്നത് അല്ലേ. പിന്നെന്താണ് 10ന്റെ അവിടെ 10 ആണ് തന്നിരിക്കുന്നത്. അപ്പം മൊത്തം എത്ര ആയിരിക്കും നമുക്ക്? ഓക്കെ. അപ്പോൾ ഇവിടെ 909 ആണ്. അപ്പോൾ ഇവിടെ 10ൽ എത്ര 10 റുപ്പി നോട്ട് ഉണ്ട്? 10 അല്ലേ. അപ്പോൾ 10 റുപ്പി നോട്ട് 10 ഉണ്ടാകുമ്പോൾ 100 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കാം, ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്താണ് 900 ആണ് ടോട്ടൽ 100 വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 100 വന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ 800 കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര 100 റുപ്പി നോട്ട് ഉണ്ട്? 8. ഓക്കെ. 8 100 റുപ്പി നോട്ട്, 10 റുപ്പി നോട്ട്, പിന്നെ അപ്പോൾ എത്ര ഇത് 800ഉം 100ഉം 900 ആയി അല്ലേ. ഇനി ഒരു 9ഉം കൂടി ഉണ്ട്, അത് വൺസിൻ്റെ അവിടെ അല്ലേ. അപ്പോൾ അവിടെ എന്താക്കി 9 കൊടുക്കുക. ഓക്കെ. അപ്പോൾ അത് ടോട്ടൽ ചെയ്ത് എത്ര കിട്ടും? 909 കിട്ടും കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ചക്കി കൈറ്റ് കളക്റ്റഡ് 785 റുപ്പീസ്. വാട്ട് ആർ ദി വേസ് ഇൻ വിച്ച് ഷീ കുഡ് ഹാവ് ഗോട്ട് ദിസ്? അപ്പോൾ ചക്കി കൈറ്റ് എത്രയാണ് കളക്ട് ചെയ്തത്? 785 റുപ്പീസ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവൾ എങ്ങനെയൊക്കെ അവൾ കളക്ട് ചെയ്തിട്ട് ഏതൊക്കെ വഴികളിലൂടെ കളക്ട് ചെയ്തിട്ടുണ്ടാവുക ചോദിച്ചിരിക്കുന്നത്. 785നെ എങ്ങനെയൊക്കെ നമുക്ക് എന്താക്കുക എഴുതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി ഹൗ സം ഓഫ് ഹെർ ഫ്രണ്ട്സ് തോട്ട് അബൌട്ട് ദിസ്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. 785 ആണ് കേട്ടോ. അപ്പോൾ 700സും ഈ ഡീർ എന്താണ് 700സും പിന്നെ ഡാഷ് 10സും 5 1s എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ എത്ര ടെൻസ് ആയിരിക്കും? മൊത്തം എത്രയാണ്? 785 ആണ് അല്ലേ. അപ്പോൾ 785 ആകുമ്പോൾ 700സും പിന്നെ 8 10s. ഓക്കെ. 8 10സും പിന്നെ 5 1സും ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 8 എന്ന് എഴുതാം. 8 10s. പിന്നെ ഈ ടൈഗർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഡാഷ് 1s. അപ്പോൾ എത്ര 1s ഉണ്ട്? 785 എന്ന് പറഞ്ഞാൽ എത്ര 1സാ? ആ നമ്പർ തന്നെ അല്ലേ. മൊത്തം ആ നമ്പർ അങ്ങോട്ട് എഴുതുക. അപ്പോൾ 785 1s. ഓക്കെ. അപ്പോൾ ഒരു നമ്പറിന് നമ്മൾ എത്ര 1s ഉണ്ട് ചോദിച്ചാൽ, അപ്പോൾ 10ൽ എത്ര 1s ഉണ്ട് പറഞ്ഞാൽ 10 1s. ഇനി 20ൽ എത്ര 1s ഉണ്ടെന്ന് ചോദിച്ചാൽ 20 1s. ഇനി 100ൽ എത്ര 1s ഉണ്ടെന്ന് ചോദിച്ചാൽ 100 1s. ഇനി 120ൽ എത്ര 1s ഉണ്ട് ചോദിച്ചാൽ 120 1s. ഓക്കെ. അപ്പോൾ 326ൽ എത്ര 1s ഉണ്ട് ചോദിച്ചാൽ 326 1s. ഓക്കെ. ആ നമ്പർ തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇവിടെ നോക്കൂ. 700 റാബിറ്റ് ആണ് അല്ലേ. 700സും ഡാഷ് 1s പറഞ്ഞിരിക്കും. അപ്പോൾ 700s 10s ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 700സും പിന്നെ ബാക്കി ഇവിടെ നമ്പർ എന്താ 85 അല്ലേ. ആ 85 1s എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ 85 1s. ദെൻ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ 70 ഇനി ഈ ഫിഷ് എന്താ പറഞ്ഞിരിക്കുന്നത്? 78 ഡാഷും 5 ഡാഷും. അപ്പോൾ നമുക്ക് എന്താ 78 എന്ന് പറയുമ്പോൾ 10s ആണ് കേട്ടോ. അപ്പോൾ 78 10s എന്ന് അവിടെ കൊടുക്കുക. 78 10s പിന്നെ 5 1s. ഓക്കെ. 5 1s. ഓക്കെ. ദെൻ ഇനി ഇവിടെ ബിയർ എന്താ പറഞ്ഞിരിക്കുന്നത്? 700 പ്ലസ് ഡാഷ് പ്ലസ് 5. അപ്പോൾ 785 ആണ് നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ 700 പ്ലസ് 80 പ്ലസ് 5 ആണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. 80 പ്ലസ് 5. ഓക്കെ. ദെൻ ഇനി മങ്കി എത്രയാ? 70 10s പറഞ്ഞു അല്ലേ. 70 10s എന്ന് പറഞ്ഞാൽ എത്രയാ? 700 ആണ് അല്ലേ. ഇനി 85 1s എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. 85 1s. ദെൻ നെക്സ്റ്റ് 600 പിന്നെ ഡാഷ് 10സും 5 1s. അപ്പോൾ 785 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാതിനെ? 600 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 700 ഉണ്ട് ശരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് 6ന്റെ കൂടുതൽ ഒന്നും കൂടി കൂട്ടിയാൽ 7 ആവുള്ളൂ അല്ലേ. പിന്നെ ഇവിടെ ഒരു 8 10s അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 18 10s എഴുതാം കേട്ടോ. അപ്പോൾ 18 10s 5 1s. ഓക്കെ. ഇനി ഇവിടെ എന്താണ് 600 എന്ന് പറഞ്ഞിട്ടില്ലേ. 600 പ്ലസ് പിന്നെ എന്താണ് 785 കിട്ടണം. അപ്പോൾ 600നോട് എന്ത് കൂട്ടിയാൽ 785 കിട്ടുക? 185 അല്ലേ. 185. ഓക്കെ. അപ്പോൾ 185 600 പ്ലസ് 185 എത്രയാണ്? 785. ഓക്കെ. ദെൻ അടുത്ത എന്താന്ന് നോക്കിയേ. എന്തടുത്ത് വരുന്നത് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾ നോട്ട്ബുക്ക് ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പ്ലിറ്റിംഗ് 909 റുപ്പീസ് കളക്റ്റഡ് ബൈ കുഞ്ഞൻ ഓൾ കളക്ട് ചെയ്ത 909 റുപ്പീസിന് പല വേസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 909 നമുക്ക് എങ്ങനെ എഴുതാം കേട്ടോ. 900s
പിന്നെ 9 വൺസ് എന്ന് എഴുതാം ഒന്ന്. ഓക്കെ, 9 ഹൺഡ്രഡ്സ് 9 വൺസ് എന്ന് എഴുതാം. പിന്നെയോ 909 വൺസ് എന്ന് എഴുതുക. ഒരു മെത്തേഡ് ഇങ്ങനെ എഴുതാൻ പറഞ്ഞുതരാം. 1 മെത്തേഡ് 9 ഹൺഡ്രഡ്സും 9 വൺസും ഒന്ന് അങ്ങനെ എഴുതാം. രണ്ടാമത്തെ എങ്ങനെ എഴുതാം നമുക്ക്? രണ്ടാമത്തത് നമുക്ക് 909 വൺസ് എന്ന് എഴുതാം. ഓക്കെ, 909 വൺസ് എന്ന് എഴുതാം അല്ലേ. പിന്നെ മൂന്നാമത്തെ നമുക്ക് എങ്ങനെ എഴുതാം? 90 ടെൻസും 9 വൺസും കേട്ടോ. 90 ടെൻസ് പല മെത്തേഡിൽ നമുക്ക് എഴുതാം അല്ലേ. 90 ടെൻസും 9 വൺസ് അങ്ങനെ എഴുതാം. ഇനി വേറെ ഏതൊക്കെ മെത്തേഡിൽ എഴുതാം അത് നോക്കുക കേട്ടോ. വേണമെങ്കിൽ നമുക്ക് 900 + 9 എഴുതാം. പിന്നെ എത്രയാണ്? 90 പ്ലസ് അല്ല 900. പിന്നെ വേറെ മെത്തേഡ് എന്താ? 800 + 109 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. നിങ്ങൾ എഴുതാം. ഇതേ അടുത്ത എങ്ങനെ എന്താണെന്ന് നോക്കിയേ. അടുത്തത് ഈറ്റിംഗ് കോൺടെസ്റ്റ് ആണ് അല്ലേ. ഇനി തിന്നുന്ന ഇതാണ് അല്ലേ. മല്ലൻ എലിഫന്റ് ഈസ് മേക്കിംഗ് ബണ്ടിൽ ഓഫ് ഷുഗർ കെയിൻ ഫോർ ദ ഈറ്റിംഗ് കോൺടെസ്റ്റ് അല്ലേ. മല്ലൻ എലിഫന്റ് എന്താണ്? ഷുഗർ കെയിൻ എന്താണ്? ബണ്ടിലാക്കുകയാണ് അല്ലേ ഈറ്റിംഗ് കോൺടെസ്റ്റിന് വേണ്ടി. ഹി ഹാസ് മേഡ് 20 ബണ്ടിൽസ് ഓഫ് 100 ഈച്ച്. എന്താ 20 ബണ്ടിൽ ഉണ്ടാക്കി അല്ലേ. ഓരോന്നിൽ എത്ര? ഓരോ ബണ്ടിൽ എത്ര ഉണ്ട്? 100 100 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഷുഗർ കെയിൻ ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ എത്ര ഷുഗർ കെയിൻ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ആയിരിക്കും? ഒരു ബണ്ടിൽ 100. അപ്പം 2 ബണ്ടിൽ 200. അപ്പം 3 ബണ്ടിൽ 300. 10 ബണ്ടിൽ 1000. ഇപ്പം 20 ബണ്ടിൽ എത്ര ആയിരിക്കും? 2000 അല്ലേ. അപ്പോൾ എത്ര ബണ്ടിലുണ്ട് മൊത്തം? എത്ര ബണ്ടിൽ എത്ര ഷുഗർ കെയിൻ ഉണ്ട്? 2000. ഓക്കെ, 2000 ഷുഗർ കെയിൻ ആണ് ടോട്ടൽ ഉള്ളത് കേട്ടോ. ഓക്കെ, Chimpanzee, giraffe, Balu, bear and dingo donkey agreed to carry the sugarcane bundle to a spot. How many bundles did each carry? Chimpanzee, giraffും ബാലു കരടിയും പിന്നെ എന്താ ഡിങ്കു ഡോങ്കിയും എന്താണ് ഈ ഷുഗർ കെയിനെ ആ സ്പോട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർ ഓരോ ബണ്ടിൽ ക്യാരി ചെയ്തിട്ടുണ്ട്. എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബണ്ടിൽ എത്രയാ? ജിറാഫ് 6 ബണ്ടിലാണ്. അപ്പോൾ നമ്പർ ഓഫ് ഷുഗർ കെയിൻ എത്ര ആയിരിക്കും? ഒരു ബണ്ടിൽ എത്രയാണ്? ഒരു ബണ്ടിൽ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു ബണ്ടിൽ 100 ആണ് അല്ലേ. അപ്പോൾ 6 ബണ്ടിൽ എത്ര ഉണ്ടാവും? 600 ബണ്ടിൽ 600 ഷുഗർ കെയിൻ ഉണ്ടാവും അല്ലേ. 6 ബണ്ടിൽ 600 അല്ലേ. 600 ഷുഗർ കെയിൻ. ഇനി 10 ബണ്ടിലുണ്ട് അല്ലേ. അപ്പോൾ 10 ബണ്ടിൽ ഈ ബാലു ബിയർ അല്ലേ 10 ബണ്ടിലാണ് ഇതാക്കി. അപ്പോൾ എത്ര ടോട്ടൽ എത്ര ഷുഗർ കെയിൻ ഉണ്ടാവും? 1000 അല്ലേ. 1000 ഷുഗർ കെയിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോങ്കി എത്ര ആയിരിക്കും? മൊത്തം 20 ബണ്ടിലാണ് ഉള്ളത് അല്ലേ. മൊത്തം 20 ബണ്ടിൽ ഇപ്പം 10 6 16 ആയി അല്ലേ. ഇനി ബാക്കി 20 ആവാൻ എത്ര? 4 ബണ്ടിൽ കൂടി അല്ലേ. അപ്പോൾ 4 ബണ്ടിൽ ഡോങ്കി എടുത്തു അല്ലേ. അപ്പോൾ അതിലെത്ര ഷുഗർ കെയിൻ ഉണ്ട്? 400 ഷുഗർ കെയിൻ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ അല്ലേ. അപ്പം മൊത്തം എത്രയായി? 2000 ഷുഗർ കെയിൻ ആയില്ലേ. 20 ബണ്ടിലും ആയില്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 2000 മാംഗോസ് were stored for the contest. കോൺടെസ്റ്റിന് വേണ്ടി എന്താണ് 2000 മാംഗോസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അല്ലേ. ദേ ആർ കെപ്റ്റ് ഇൻ 4 സാക്സ്. 4 ചാക്കിലായിട്ടാണ് എന്താക്കിയിരിക്കുന്നത്? അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈച്ച് കണ്ടെയ്നിങ് ദ സെയിം നമ്പർ ഓഫ് മാംഗോസ്. ഹൗ മെനി ഇൻ ഈച്ച്? എല്ലാത്തിനും സെയിം നമ്പറാണ് ഉള്ളത്. 2000 മാംഗോയും ഉണ്ട്. അപ്പോൾ ഓരോന്നിനും എത്ര ഉണ്ടായിരിക്കും? 500 ഈച്ച് അല്ലേ. അപ്പോൾ ഇവിടെ ആയിരിക്കും. ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെയും 500 ആയിരിക്കും. ഓക്കെ, ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെയും 500 ആയിരിക്കും കേട്ടോ. ഇവിടെയും 500, ഇവിടെയും 500. ടോട്ടൽ എത്രയായി? അപ്പം 2000 ആയില്ലേ. അപ്പോൾ 500ഉം 500ഉം 1000, 1000ഉം 500, 1500, 1500 + 500 2000. ഓക്കെ, അടുത്തത് എന്താന്ന് നോക്കിയാൽ വാട്ടർ ഡ്രിങ്കിങ് കോൺടെസ്റ്റ് ആണ്. അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.